പ്രത്യേകിച്ച് നമ്മൾ തുടക്കം കുറിച്ചതുപോലെ തന്നെ ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച അല്പസമയത്തിനകം തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കൂടിക്കാഴ്ച ആരംഭിച്ചു. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ആരംഭിച്ചു എന്നുള്ളതാണ് വാർത്ത. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്ന വിശദാംശങ്ങളുമായി. അഭിലാഷ്, കൂടിക്കാഴ്ച ആരംഭിച്ചു. ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ച. പ്രതീക്ഷകൾ നമ്മൾ നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെയാണ്. ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇരുവരും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നത് വ്യക്തമാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിൽ കാണുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കണം? ഹരി, ഇപ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കൂടെ കാണുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും വരുന്ന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നത്തെ ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്തെ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, 2 പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് യുദ്ധങ്ങളടക്കം, വാണിജ്യ യുദ്ധങ്ങളടക്കം, പരസ്പരം വിലപേശലുകളൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ചയിലേക്ക് 2 രാജ്യങ്ങളും ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സൗത്ത് കൊറിയയിലെ കസോളിലാണ് ഇപ്പോൾ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളടക്കം, വിദേശകാര്യമന്ത്രിമാരടക്കം ഇരു നേതാക്കളും തമ്മിലിരുന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും താരിഫ് യുദ്ധത്തിലെ വിഷയങ്ങളായിരിക്കും ചർച്ചയാവുക. അതിൽ ഫെൻറ്റാനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് ചൈനയിൽ നിന്ന് വെനസ്വേല വഴി അമേരിക്കയിലെത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം അമേരിക്ക ചൈനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിന് പിന്നാലെ തന്നെ 20% അധിക നികുതി ചൈനയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയിരുന്നു. അതുപോലെ ചൈന റെയർ എർത്ത് എലമെന്റ്സ്, അതായത് അപൂർവ ധാതുക്കൾ, അത് അമേരിക്കയിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. കാരണം ഈ അപൂർവ ധാതുക്കളാണ് വലിയ സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന്, സ്മാർട്ട് ഫോണുകളടക്കം, ലാപ്ടോപ്പുകളടക്കമുള്ള MRI സ്കാനിങ് മെഷീൻ അടക്കമുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ എലമെൻ്റ് എന്ന് പറയുന്നത്, അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നത്. അവയുടെ നിയന്ത്രണം ചൈന, അവയുടെ കയറ്റുമതി അമേരിക്ക നിയന്ത്രിച്ചു. അതുപോലെ അത് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ അപൂർവ ധാതുക്കളുടെ ഖനനത്തിൽ ലോകത്തിൽ തന്നെ 70% കൈയടക്കി വെച്ചിരിക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് ചൈനയുടെ നിയന്ത്രണത്തിലാണ് അതുള്ളത്. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. അതുപോലെ തിരിച്ച് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സോയാബീൻ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ഈ താരിഫ് യുദ്ധത്തിന് പിന്നാലെ അത് പൂർണ്ണമായും 100% ചൈന അത് കട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് മറ്റൊരു തിരിച്ചടിയായിരിക്കുന്നത്. പകരം ബ്രസീലിൽ നിന്നും മറ്റ് അർജന്റീന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും സോയാബീൻ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം ചൈന കൈക്കൊണ്ടു. ഇങ്ങനെ മാത്രമല്ല, അമേരിക്ക 100% താരിഫ് അധിക നികുതി ഏർപ്പെടുത്തിയാൽ തിരിച്ച് ചൈനയും അതുപോലെ 100% ഏർപ്പെടുത്തുമെന്നുള്ള മറുപടി നൽകിയിരിക്കുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരുന്ന 2 പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളാണ് ഇന്നിപ്പോൾ ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ചകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം തന്നെ ചൈനയെ സംബന്ധിച്ച് ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സോയാബീനാണ്, മറ്റൊന്ന് ഹൈ എൻഡ് സെമി കണ്ടക്ടേഴ്സാണ്. വലിയ മറ്റു ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് അമേരിക്കയിൽ നിന്നാണ് ചൈന വാങ്ങുന്നത്. അക്കാര്യത്തിൽ ചൈനയ്ക്കൊരു ഈ ഒരു അമേരിക്കയുമായിട്ടുള്ള ഒരു താരിഫ് യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ അത് ചൈനയ്ക്കൊരു തിരിച്ചടിയായിരുന്നു. അതുപോലെ ബോയിങ് എയർക്രാഫ്റ്റ് അമേരിക്കയിൽ നിന്ന് ചൈന വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡീലുകൾ, അതുപോലെ ടിക്ടോക്ക് അമേരിക്കയിൽ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കും. വിവിധ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിലാഷിന് അപ്പുറത്തുള്ള സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നതാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ ചർച്ച. ആ ചർച്ച ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ചർച്ച തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ട്രംപ് എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയാണ്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. അതിന് മറുപടിയായി ഷീ ജിൻപിങ് പറയുന്നത് ട്രംപിനെ കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്നുള്ളതാണ്. 6 വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയും കൂടിയാണ്. അപ്പോൾ അത് ഷീ ജിൻപിങ് അതാണ് മറുപടി നൽകുന്നത്. മാത്രമല്ല, ഷീ പറയുന്ന ഒരു കാര്യം, ചൈനയും US-ഉം ഷുഡ് ബി പാർട്ട്നേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അത് നിരവധി തവണ ഷീ ജിൻപിങ് പബ്ലിക്കിൽ നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഷീ ജിൻപിങ് പറയുന്നു. ദാറ്റ് ഇസ് വാട്ട് ഹിസ്റ്ററി ഹാസ് ടോട്ട് us ആൻഡ് വാട്ട് റിയാലിറ്റി ഡിമാൻഡ്സ് എന്നുള്ളതാണ് ഷീ ജിൻപിങ്ങിന്റെ മറുപടി. അഭിലാഷ്, ഈ വിശദാംശങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു നേതാക്കളും തമ്മിൽ സൗഹൃദപരമായ ആദ്യ സംഭാഷണങ്ങളാണ് പുറത്തു വരുന്നത്.
ഹരി, ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അമേരിക്ക ആൻഡ് ചൈന ഷുഡ് ബി ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സുഹൃത്തുക്കളായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ US പ്രസിഡന്റ് ഇന്ത്യയെ പറ്റി പറയുമ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. പക്ഷേ ചൈനയുടെ കാര്യം വന്നപ്പോൾ ഷുഡ് ബി ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സുഹൃത്തുക്കളായിരിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. അതായത് നിലവിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ അത് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു ബന്ധം, ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്നുള്ളതാണ് ഇരു നേതാക്കളും പരസ്പരം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഇന്നത്തെ മീറ്റിംഗ് കൂടിക്കാഴ്ച വിജയകരമായി പൂർത്തിയായാൽ ഈ മറ്റന്നാൾ ഒരു പ്രത്യേക ദിവസമാണ്. കാരണം അമേരിക്ക ചൈനയ്ക്കെതിരെ അധിക നികുതി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ കൂടിക്കാഴ്ച വിജയകരമായി പൂർത്തിയായില്ലെങ്കിൽ നവംബർ 1 മുതൽ 157% ചൈനയിൽ നിന്ന് അമേരിക്കയിൽ വിജയകരമായി പൂർത്തിയായില്ലെങ്കിൽ 157% താരിഫ് മറ്റന്നാൾ മുതൽ, അതായത് നവംബർ 1 മുതൽ വരും. എന്തായാലും ആദ്യ കൂടിക്കാഴ്ചകൾ വരുന്നു. US ആൻഡ് ചൈന ഷുഡ് ബി പാർട്ട്നേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് ക്സി പറയുന്നത്. അങ്ങനെ ആകണം എന്നുള്ളതാണ് ഷീ ജിൻപിങ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്തായാലും നമ്മൾ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.